വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂ വെൽവെറ്റ് കേക്ക്. എങ്ങനെയാണ് ഒരു ബ്ലൂ വെൽവെറ്റ് കേക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ക്വിക്കായിട്ടും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോ ആണ്. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഹിയർ ഈസ് എ റെസിപ്പി. ലെറ്റ്സ് ഗോ ടു ദ ബേക്ക് ഷോപ്പ്. ബ്ലൂബെറി കളർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോസൺ ബ്ലൂബെറിയാണ്. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും പാനിലിട്ട് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോൺഫ്ലോർ ഉണ്ട്. ആ കോൺഫ്ലോർ അടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പം നല്ലോണം തിളച്ച് നിങ്ങൾക്ക് കാണാം എത്ര ക്ലിയർ ആയിട്ടാണ് നാച്ചുറലായിട്ടുള്ള ബ്ലൂ കളർ നമ്മൾ ഉണ്ടാക്കിയെന്ന്. ഇപ്പോൾ ബ്ലൂബെറി ഫ്രോസൺ ആയിട്ടുള്ളത് നിങ്ങളുടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫ്രഷ് ആണുള്ളതെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഫ്രോസൺ ചെയ്താൽ മതി കേട്ടോ. ഫ്രോസൺ ചെയ്തുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് ആ കളർ റിലീസ് ആവുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബ്ലൂ വെൽവെറ്റ് കേക്കിനുള്ള ബ്ലൂ കളർ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഫ്ലവറിലോട്ട് നമുക്കിടാം. ഐസിങ് ഷുഗർ നമ്മൾ ബട്ടറിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് മാത്രം ഇടണ്ട. വാനില എസൻസ് നമുക്ക് എഗ് വൈറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കണം. തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. ഇത് ബട്ടർ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. അതിനുശേഷം അതിലോട്ട് ഐസിങ് ഷുഗർ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എഗ് വൈറ്റും വാനില മിക്സും കൂടെ ബട്ടറിൻ്റെ മിക്സറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡ്രൈ മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബട്ടറിൻ്റെ ലിക്വിഡിലോട്ട് സ്ട്രെയിൻ ചെയ്ത് ഇടാം. സ്ട്രെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് കാരണം ഇതിന് ലംസ് ഇല്ലാതിരിക്കാനാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്ലൂബെറി സോസ് കേക്ക് ബാറ്ററിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഉണ്ടാക്കിയ ബ്ലൂബെറി സോസ് കേക്ക് വന്നപ്പോൾ എത്ര ഡാർക്കായിട്ട് ബ്ലൂ ആണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. ഇനി സൈഡൊക്കെ നമുക്കൊന്ന് നല്ലോണം സ്ക്രാപ്പ് ചെയ്യാം. ഞാൻ ബേക്ക് ചെയ്യുന്നത് ഷീറ്റിലാണ് കേട്ടോ. അതിന് കാരണം വെച്ചാൽ നമ്മൾ ഒത്തിരി സമയം ബ്ലൂബെറിയുടെ ഈ മിക്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂബെറിയുടെ ബ്ലൂ കളർ നമുക്ക് നഷ്ടപ്പെടും. ഇനി നമുക്ക് സ്പാച്ചില വെച്ചൊന്ന് കൃത്യമായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കളറില്ലേ പോലും നാച്ചുറലായിട്ട് നമുക്കൊരു ബ്ലൂബെറി വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ബേസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്യാം. ബ്ലൂബെറി വെൽവെറ്റ് കേക്ക് ബേക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി കേക്ക് റിങ് വെച്ച് ഇത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ബ്ലൂബെറിയുടെ നാച്ചുറൽ കളറാണ് കേട്ടോ. ഇത് അതുകൊണ്ടാണ് ബ്ലൂബെറി വെൽവെറ്റ് കേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ കളറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി ബ്ലൂ കളർ ഇല്ലാത്തത്. പക്ഷേ ഇത് ഒത്തിരി ഹെൽത്തിയറാണ് ഈ വേയിൽ. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്ത് ലെവലാക്കാം. ഇതിൻ്റെ ടോപ്പിന് പറയുന്ന പേര് ക്രംബ് എന്നാണ്. ആ ക്രംബ് നമുക്ക് ആവശ്യമില്ല. ഇത് 10 ഇഞ്ചിൻ്റെ റിംഗ് ആണ് കേട്ടോ. തെർമോക്കോളിൻ്റെയാണ്. കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഇതിൽ വെച്ച് ഫിനിഷ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ബട്ടർ ക്രീം വെച്ചാണ്. ട്രഡീഷണൽ ഇറ്റാലിയൻ ബട്ടർ ക്രീം റെസിപ്പി ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ചെക്ക് ചെയ്താൽ മതി. കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചാണ് നമ്മളിന്നും ആ ഫില്ല് ചെയ്യുന്നത്. അത് ഈക്വലായിരിക്കാനും ഒരേ അളവ് കിട്ടാനുമാണ് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ക്രം കോട്ടാണ്. ക്രം കോട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് കേട്ടോ.
ഇനി നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കാറുള്ള പുട്ടി ബ്ലേഡ് കേട്ടോ. ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും പുട്ടി ബ്ലേഡ് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് മോളും ഒന്ന് ചെറുതായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ കോട്ടിങ് ഐസിങ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ സൈഡ് ചെയ്തതിന് ശേഷം മുകളിൽ ചെറുതായിട്ട് മാത്രമേ എടുത്തുള്ളൂ. കാരണം ഈ എഡ്ജ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. അതിന് കാരണം വെച്ചാൽ അവിടെ പൈപ്പിംഗ് ചെയ്യാനുള്ളതാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫിനിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ സെൻറ്റർ മാത്രം ഫിനിഷ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടിപ്പ് വെച്ചാണ് നമ്മൾ പൈപ്പ് ചെയ്യുന്നത്. നമ്മൾ സൈഡാണ് ഇത്തവണ ഡിസൈൻ ചെയ്യുന്നത്. നല്ല ക്ലീനാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്. പക്ഷേ എന്നാലും ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ പ്ലെയിൻ ടിപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആദ്യം ഉണ്ടാക്കിയ ഗ്ലേസ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂബെറിയുടെ. അത് നമുക്ക് മുകളിൽ പൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലൂ വെൽവെറ്റ് കേക്ക് റെഡി ആയിരിക്കുകയാണ്. നൗ റെഡി ടു സെർവ്. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സീ യു നെക്സ്റ്റ് ടൈം.